മിഡിൽ ഈസ്റ്റിലെ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ്. ഇറാഖിന്റെ ആകാശത്ത് വെച്ച് അമേരിക്കയുടെ അത്യാധുനിക F-15 ഈഗിൾ യുദ്ധവിമാനം ഇറാന്റെ ഷാഹിദ് 136 ഡ്രോണുകളെ പിന്തുടരുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. ഇതിന് പിന്നാലെ വലിയൊരു സ്ഫോടനവും പുകയും ഉയരുന്നത് കാണാം. ഇർബിലിലെ ഒരു ഇന്ധന സംഭരണശാല ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ ആക്രമണത്തിനിടെ വില കുറഞ്ഞ ഈ ഡ്രോണുകളെ തടയാൻ അത്യാധുനികമായ അമേരിക്കൻ യുദ്ധവിമാനത്തിന് സാധിച്ചില്ലെന്ന അവകാശവാദത്തോടെയാണ് ഇറാൻ അനുകൂല പ്രൊഫൈലുകൾ ഈ വീഡിയോ പ്രചരിപ്പിക്കുന്നത്. അമേരിക്കയോ സഖ്യകക്ഷികളോ ഈ ദൃശ്യങ്ങളുടെ വിശ്വാസ്യത ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഈ സംഭവം ആധുനിക യുദ്ധതന്ത്രങ്ങളെ കുറിച്ചുള്ള ഗൗരവകരമായ ചില ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ലോകത്തെ ഏറ്റവും മികച്ച പോർ വിമാനങ്ങളിൽ ഒന്നായ F-15 താരതമ്യേന വളരെ കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കുന്ന കാമികാസെ ഡ്രോണുകൾക്ക് മുന്നിൽ പതറുന്നുണ്ടോ എന്ന ചർച്ചയാണ് ഇപ്പോൾ സജീവമാകുന്നത്. അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന യുദ്ധവിമാനങ്ങൾക്ക് താഴ്ന്നു പറക്കുന്നതും വേഗത കുറഞ്ഞതുമായ ചെറിയ ഡ്രോണുകളെ കണ്ടെത്താനും തകർക്കാനും നേരിടുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഈ വീഡിയോ അടിവരയിടുന്നു. ഇർബിലിലെ ഊർജ്ജ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഇത്തരം നീക്കങ്ങൾ രാജ്യങ്ങളുടെ സുപ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾ എത്രത്തോളം ഭീഷണിയിലാണെന്ന് വ്യക്തമാക്കുന്നു. റഡാറുകളുടെ കണ്ണുവെട്ടിക്കാനും കുറഞ്ഞ ചെലവിൽ വലിയ നാശനഷ്ടങ്ങൾ വരുത്താനും സാധിക്കുന്ന ഡ്രോണുകൾ ആധുനിക യുദ്ധക്കളത്തിലെ കളി മാറ്റുന്ന ഘടകമായി മാറിക്കഴിഞ്ഞു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള നിഴൽ യുദ്ധം ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ അത്യാധുനിക മിസൈലുകളെക്കാൾ ഡ്രോണുകളെയാണ് പ്രതിരോധ സംവിധാനങ്ങൾ ഇപ്പോൾ ഭയപ്പെടുന്നത്. ഈ വീഡിയോയുടെ സത്യാവസ്ഥ എന്തു തന്നെയായാലും ഭാവിയിലെ യുദ്ധങ്ങൾ വൻകിട ആയുധങ്ങൾ തമ്മിലല്ല, മറിച്ച് സാങ്കേതിക വിദ്യയും ചിലവ് കുറഞ്ഞ ആക്രമണ രീതികളും തമ്മിലായിരിക്കുമെന്ന സൂചനയാണ് ഇത് നൽകുന്നത്. ഡ്രോൺ ഭീഷണികൾ നേരിടാൻ നിലവിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എത്രത്തോളം പര്യാപ്തമാണെന്ന പുനർചിന്തയ്ക്ക് ഈ സംഭവം ലോകരാജ്യങ്ങളെ പ്രേരിപ്പിക്കുന്നു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ശത്രുത മേഖലയിലെ സമാധാനത്തിന് എന്നും ഭീഷണിയാണെങ്കിലും സൈനിക സാങ്കേതിക വിദ്യയിലെ ഈ മാറ്റം ആഗോള പ്രതിരോധ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്ന് ഉറപ്പാണ്.